രക്ഷണം കുടുംബം സഹായമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വന്നിട്ടൊക്കെ ഓരോരുത്തർ ഇങ്ങനെ എഴുതുന്ന കാണാം. അപ്പോൾ 10,000 കുണുവ കൊടുത്തിട്ടാണോ നീ പോസ്റ്റ് ഇടുന്നതൊക്കെ. രക്ഷണം ഈ ഒരു സമയം കൊണ്ട് ഒരുപാട് സഹായങ്ങൾ പലർക്കും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പരിപാടിയാണ്. വലിയ കോടീശ്വരന്മാരൊന്നും രക്ഷണം കുടുംബത്തിലില്ല. സാധാരണക്കാർ നിത്യകൂലി പണിക്ക് പോയി കുടുംബം കഴിഞ്ഞു പോകുന്ന ആളുകൾ, അവരുടെ സംഭാവനകൾ, അവർ നൽകുന്ന ഒരു കുടുംബം തളർന്നു പോകുമ്പോൾ ഞങ്ങൾ അവരെ സഹായിക്കണമെന്നുള്ള മനസ്സോടുകൂടി അവിടെ അപ്പോൾ അടിയന്തരമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും അത് ചെയ്തുകൊണ്ട് ആ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് രക്ഷണം ചെയ്യുന്നത്. രക്ഷണത്തിന് വാരിക്കോരി കൊടുക്കാൻ ലക്ഷങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് ഇല്ല. ഞങ്ങളുടെ ട്രസ്റ്റിൽ അങ്ങനെ ഒരു ഫണ്ടേ ഇല്ല. ഞങ്ങളൊരു കൂട്ടായ്മയാണ്, ഞങ്ങളുടെ ഒരു സഹകരണ കൂട്ടായ്മയാണ്. അതായത് ഞാൻ വീണു എന്ന് തോന്നുമ്പോൾ എന്നെ താങ്ങി നിർത്താൻ ഇപ്പുറത്തെ ആളുകളുണ്ടാവും. അവിടെ ഒരാൾ വീണാൽ ഇവിടെ നിന്നൊരാളുണ്ടാവും. അതാണ് രക്ഷണത്തിൻ്റെ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി വെച്ചിട്ടാണ് രക്ഷണം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 10,000 കുണുവാന്നൊന്നും പറയണ്ട. ആ 10,000 എന്ന് പറയുന്ന തുക ഒരു വയ്യാതെ നിൽക്കുന്ന ഒരാൾക്കോ അത്യാവശ്യപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്കോ അത് വലിയ തുകയാണ്. അതുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനത് ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഞാൻ മാത്രമല്ല, രക്ഷണം കുടുംബത്തിൽ ഓരോരുത്തരും. അപ്പോൾ അതിലൂടെ കൊടുക്കുന്ന 1000 ആയിക്കോട്ടെ, 500 ആയിക്കോട്ടെ, 2000 ആയിക്കോട്ടെ, 50,000 ആയിക്കോട്ടെ, 10 ലക്ഷം ആയിക്കോട്ടെ, എല്ലാം സഹായങ്ങളാണ്. അത് ഈ പറയുന്ന പോലെ നമ്മൾ ഒരുക്ക് കൂട്ടി വെക്കുന്ന പോലെയാണ്. ഹൈന്ദവ സമൂഹത്തെ ഉണർത്തിക്കൊണ്ട് താങ്കളുടെ കുടുംബമാണ് അപ്പുറത്ത് നിൽക്കുന്നതും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ടുകളെ ഇവരുടെ ബുദ്ധിമുട്ടാക്കി മാറ്റി അതിലൂടെ ആ കുടുംബത്തെ സഹായിക്കുന്ന തരത്തിലോട്ട് രക്ഷണം വളർത്തി കൊണ്ടുവന്നതിലുള്ള ബുദ്ധിമുട്ട് ചില്ലറയൊന്നുമല്ല. അപ്പോൾ അതിലൂടെ കൊടുക്കുന്ന ഏതൊരു സംഭാവനയും അതിലൂടെ കൊടുക്കുന്ന ഏതൊരു സഹായവും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലുതാണ്. ചെറുതും വലുതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ ഈ ഒരു സമയം കൊണ്ട് ഒരു 5-6 മാസം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷം നിറഞ്ഞ കാര്യമല്ലേ. അതിലൊന്നും 1 രൂപയുടെ അഴിമതിയോ 1 രൂപയുടെ തട്ടിപ്പൊന്നും നടത്താതെ അത് എൻ്റെ സഹോദരന് കൊടുക്കേണ്ട പണമാണ് എന്ന് പറഞ്ഞിട്ട് അതിങ്ങോട്ട് പിടിച്ച് അവിടുന്ന് വാങ്ങി അവൻ്റെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് എൻ്റെ അങ്ങനെ നെഞ്ഞും വിരിച്ച് ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിൽക്കലുണ്ട് എൻ്റെ സഹോദരന്മാർക്ക്. അത് ഞാൻ നേടി എന്നുള്ള അല്ലെങ്കിൽ ഞാനത് ചെയ്തു എന്നുള്ള ഒരു മനസ്സാണ് അവരുടെ മുഖത്ത് നമുക്ക് വായിക്കാൻ പറ്റുക. അതിലോട്ട് എത്താൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഈ കളിയാക്കലൊക്കെയാണ് ഞങ്ങളുടെ വിജയം എന്നുള്ളത്. 10,000 കുണുവാന്ന് പറഞ്ഞ് കളിയാക്കേണ്ട. 10,000 എന്ന് പറഞ്ഞ ചെറിയൊരു സംഖ്യ ഒന്നുമല്ല. ഒരു ഡയാലിസിസ് ചെയ്യേണ്ട ഒരാൾക്ക് 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 4 പ്രാവശ്യം മിനിമം ഡയാലിസിസ് ചെയ്യാൻ പറ്റും. അത് അവിടുത്തെ സാധാരണ കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകളുടെ 50-100 രൂപയാണ്. അതാണ് ഒരുമിച്ച് 10,000 ആകുന്നത്. ആ 10,000-ൽ എത്ര ഹിന്ദുക്കൾ ഒരുമിച്ചു എന്നാണ് ഞാൻ നോക്കാറുള്ളത്. പരസ്പരം സഹായിക്കാൻ വേണ്ടി ഈ 10,000 1 രൂപ വെച്ച് കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അപ്പോൾ 10,000 ഹിന്ദുക്കൾ ഒരുമിക്കുമല്ലോ ഒരാൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഹിന്ദുക്കളുടെ ഏകീകരണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിവിടെ വരും. അതിപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ കൂടി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കളിത്തമാശയിലല്ല രക്ഷണം മുന്നോട്ട് പോകുന്നത്. അതിന് ദീർഘമായിട്ടുള്ളൊരു വീക്ഷണമുണ്ട്. ആ വീക്ഷണം തെറ്റായ വീക്ഷണമല്ല. അത് മനസ്സിലാവും. നന്ദി, നമസ്കാരം.